നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പുള്ളിക്കാരനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒത്തിരി വീഡിയോസ് കൂടുതലും തമിഴ് ചാനലുകൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ മലയാളത്തിലും ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു വീഡിയോസ് ടോപ്പിക്കായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന ജോസഫ് വിജയ് പുള്ളിക്കാരന്റെ ഭാര്യയായിട്ടുള്ള സംഗീതയുമായിട്ടുള്ള ഡിവോഴ്സ് പെറ്റീഷൻ ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ അപ്പീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷന്റെ ഭാഗമായിട്ട് സംഗീത പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് ഒരു സിനിമ ആക്ട്രസുമായിട്ട് വിജയ്ക്ക് അനാവശ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ഒരു ബന്ധം 2021 ഞാൻ കണ്ടുപിടിക്കുകയും അതിനുശേഷം ഈ ഒരു ബന്ധത്തെ പറ്റി വിജയ്യായിട്ട് സംസാരിച്ച സാഹചര്യത്തിൽ വിജയ് പറഞ്ഞു, ഞാൻ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയില്ല, അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെയും 2025 വീണ്ടും ഈ ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം താൻ വിജയ്ക്കൊപ്പം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന പേരിലാണ് ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിൽ ഈ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ അപ്ലൈ ചെയ്തത്. അതിന്റെ ഒപ്പം വിജയുടെ 2 മക്കളും പറഞ്ഞിട്ടുള്ള കാര്യം കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട്. അതായത് ജെയ്സൺ സഞ്ജയും ദിവ്യയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2 മക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവരുടെ ചുറ്റുവട്ടത്തും അവരുടെ കൂട്ടുകാർക്കിടയിലും വിജയ് എന്ന അച്ഛന്റെ ഈ ഒരു ബന്ധം വളരെ മോശമായിട്ട് അവരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും വിജയിനെ വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്തും ഈ ഭാര്യയും മക്കളും ആ ഒരു വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും സംഗീത ഒരു പെർട്ടിക്കുലർ ആക്ട്രസിന്റെ പേര് ഒരിക്കലും ആ ഒരു ഡിവോഴ്സ് പെറ്റീഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആക്ട്രസിന്റെ പേര് ഈ ഒരു സമയത്ത് പറയുന്നത് ശരിയുമല്ല. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിന്റെ വിധി എപ്പോഴാണ് വരുന്നതെന്ന് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസ് ഒക്കെ ലക്ഷക്കണക്കിന് വ്യൂസും കിട്ടുകയും ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് വിജയും സംഗീതയും ഇപ്പൊ എടുത്തിരിക്കുന്ന തീരുമാനം ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ല, ബന്ധം പിരിഞ്ഞ് 2ആയി ജീവിക്കാൻ തന്നെയാണ്. സംഗീതയ്ക്ക് ജീവനാംശമായിട്ട് 250 കോടി രൂപ മക്കൾക്കും അമ്മയ്ക്കും കൂടി കൊടുക്കാനായിട്ട് വിജയ് ഇപ്പൊ ഏകദേശം തീരുമാനത്തിലായിട്ടുണ്ട്. ഇപ്പോ ഈ പറയുന്ന ഇലക്ഷന്റെ ഭാഗമായിട്ട് വിജയ്ക്ക് കോടതിയിൽ ഹാജരാവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കേസിന്റെ വിധി പ്രഖ്യാപിക്കുന്നത് ജൂൺ 15 തീയതിയാണെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ചെങ്കൽപ്പേട്ട് ഫാമിലി കോർട്ടിൽ ജൂൺ 15 തീയതി ഈ ഒരു കേസിന്റെ വിധി പ്രഖ്യാപിക്കും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പൊ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഇലക്ഷന് മുമ്പായിട്ട് തന്നെ വിജയിനോട് ഈ പറയുന്ന കോടതിയിൽ ഹാജരാവാനായിട്ട് കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഇലക്ഷന് നിൽക്കുന്ന സാഹചര്യത്തിൽ വിജയ്ക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് ഇലക്ഷന് ശേഷം ഫാമിലി കോർട്ടിൽ അപ്പിയർ ചെയ്യാനായിട്ടാണ് വിജയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് വിജയ് ഒരു നോർമൽ ആക്ടറോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനോ അല്ല, തമിഴ്നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോ ഈ ഒരു കേസ് അഫക്ട് ചെയ്യാൻ പോകുന്നത് വിജയ് എന്ന വ്യക്തിയെ മാത്രമല്ല, വിജയ് എന്ന മുഖ്യമന്ത്രിയെ കൂടിയാണ്, TVK എന്ന പാർട്ടിയുടെ നേതാവായിട്ടുള്ള വിജയിനെ കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ തീർച്ചയായിട്ടും വിജയ് ഈ ഒരു കാര്യത്തെ ബന്ധപ്പെട്ടുകൊണ്ട് ഇമേജ് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം മക്കൾ ഉൾപ്പെടെ വിജയ് എന്ന അച്ഛനെ വേണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇത്രയും നാളുകളൊക്കെ ആയിട്ട് ഇലക്ഷന് ശേഷം ഇപ്പൊ കുറച്ച് നാളുകളായി മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു. ഇപ്പോഴും ഈ പറയുന്ന സംഗീതയായിട്ട് സംസാരിക്കാനോ മക്കളായിട്ട് സംസാരിക്കാനോ വിജയ് റെഡി ആയിട്ടില്ല. ഈ പറയുന്നത് പോലെ ഒത്തിരി പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി എന്നുള്ള രീതിയിൽ ഒത്തിരി വീഡിയോസ് കണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല. ജൂൺ 15 തീയതിയിലേക്ക് ഈ ഒരു കേസിന്റെ വിധി പറയാനായിട്ടിരിക്കുകയാണ്. അതിനു മുമ്പായിട്ട് വിജയും സംഗീതയും 2 മക്കളും ഒരുമിച്ച് ജീവിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തൊക്കെയാണെങ്കിലും വിജയ് ആരാധകരും വിജയനെ സ്നേഹിക്കുന്നവരും ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വിജയും സംഗീതയും ഒരുമിച്ച് തന്നെ ജീവിക്കണമെന്നുള്ളത്. അപ്പൊ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു കേസിന്റെ വിധി ജൂൺ 15 തീയതി പ്രഖ്യാപിക്കും എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്